ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. അനലൈസ് ദ എഫക്ട് ഓഫ് ഈച്ച് ട്രാൻസാക്ഷൻ on assets and liabilities and show that both sides of accounting equation remains equal. അതായത് ഓരോ ട്രാൻസാക്ഷൻസും നോക്കിയിട്ട് അക്കൗണ്ടിങ് ഇക്വേഷന്റെ ബോത്ത് സൈഡ്സ് ഉള്ള അമൗണ്ട്സ് ഈക്വൽ ആണ് എന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ടാണ് ഇത് പറയുന്നത്. എന്താണ് അക്കൗണ്ടിങ് ഇക്വേഷൻ? ശരിക്കും അസറ്റ് ഈസ് ഈക്വൽ ടു ലൈബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ലൈബിലിറ്റീസും ക്യാപിറ്റലും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അസറ്റിന്റെ ടോട്ടൽ കിട്ടണം. അല്ലെങ്കിൽ അസറ്റിന്റെ ടോട്ടലും ലൈബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റലിന്റെ ടോട്ടലും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം എന്നുള്ളത് ചെക്ക് ചെയ്യാനാണ് പറയുന്നത്. ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ ക്യാഷ് തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ് തുടങ്ങണം എന്നില്ല. നമുക്ക് വേണമെങ്കിൽ എന്താക്കാം, സ്റ്റോക്ക് ആയിട്ടോ പ്ലാന്റ് ആൻഡ് മെഷീനറി പോലെയുള്ള വല്ല അസറ്റ് ആയിട്ടോ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ബിസിനസ്സിൽ ക്യാപിറ്റൽ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ ഇൻട്രൊഡ്യൂസ്ഡ് റുപ്പീസ് 8 lakh ആസ് ക്യാഷ് ആൻഡ് 50,000 ബൈ സ്റ്റോക്ക്. ഒരാള് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, 8 lakh rupees ക്യാഷ് ആയിട്ടും കൊണ്ടുവന്നു, അതേപോലെ സ്റ്റോക്ക് ആയിട്ട്. സ്റ്റോക്ക് എന്തിനാണ് നമ്മൾ വെക്കുന്നത്? വിൽക്കാനായിട്ട് അല്ലെ. സാധനങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കൂട്ടി തന്നെ എന്ത് വാങ്ങി വെക്കും? പർച്ചേസ് ചെയ്ത് വെക്കും, സാധനങ്ങൾ വാങ്ങി വെക്കും അല്ലെ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻവെന്ററി എന്ന് പറയുന്നത്. അപ്പൊ ബിസിനസ് തുടങ്ങാനായിട്ട് ആദ്യം ഒരു 8 lakh rupees ക്യാഷ് ആയിട്ടും കൊണ്ടുവന്നു, അതേപോലെ സ്റ്റോക്ക് ആയിട്ട് എന്ത് കൊണ്ടുവന്നു? 50,000 rupeesന്റെ സ്റ്റോക്കും കൊണ്ടുവന്നു. അതിനുശേഷം എന്ത് ചെയ്തു? പർച്ചേസ്ഡ് പ്ലാന്റ് ഫോർ റുപ്പീസ് 3 lakh. ഒരു 3 lakh വിലയുള്ള ഒരു പ്ലാന്റ്, ഒരു അസറ്റ് അയാൾ പർച്ചേസ് ചെയ്തു. അതിന് വേണ്ടിയിട്ട് 50,000 ക്യാഷ് ആയിട്ട് കൊടുത്തു, ബാക്കി ബാലൻസ് അറ്റ് എ ലേറ്റർ ഡേറ്റ് പിന്നെ തരാം എന്ന് പറഞ്ഞു. അപ്പൊ 3 lakh rupeesല് 15,000 rupees മാത്രമേ ഇപ്പൊ കൊടുത്തിട്ടുള്ളൂ. ബാക്കി എത്ര രൂപ? 2,85,000 rupeesോളം എന്താണ്? കടമാണ്, പിന്നീട് കൊടുക്കുക പറയണം. അവിടെ നമുക്കൊരു ലൈബിലിറ്റി ഉണ്ടാവുകയാണ്. പിന്നെ ഡെപ്പോസിറ്റഡ് 6 lakh into ബാങ്ക്. 8 lakh rupees ക്യാഷ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, അതില് എന്താണ്? 6 lakh rupees ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. ഓക്കെ. അടുത്തത് എന്താ പിന്നെ പറയുന്നത്? പർച്ചേസ്ഡ് ഓഫീസ് ഫർണിച്ചർ ഫോർ റുപ്പീസ് 1 lakh ആൻഡ് മെയ്ഡ് പേയ്മെന്റ് ബൈ ചെക്ക്. എന്ത് ചെയ്തു? ഓഫീസ് ഫർണിച്ചർ, ഓഫീസിലേക്ക് വേണ്ട ബിസിനസിന് ആവശ്യമായിട്ടുള്ള ഫർണിച്ചർ ഒക്കെ വാങ്ങിച്ചു. എത്ര രൂപയായി ഫർണിച്ചറിന്? 1 ലക്ഷം രൂപയായി. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് ചെക്ക് കൊടുത്തു. ചെക്ക് കൊടുത്തു മീൻസ് നമ്മൾ ചെക്ക് എഴുതി കൊടുത്താൽ ആ എമൗണ്ട് എവിടെ നിന്നായിരിക്കും പോവുക? നമ്മുടെ ബാങ്ക് ബാലൻസ് നിന്നായിരിക്കും പോവുക. പിന്നെ പർച്ചേസ്ഡ് ഗുഡ്സ് വർത്ത് റുപ്പീസ് 80,000 ഫോർ ക്യാഷ് ആൻഡ് ഫോർ റുപ്പീസ് 30,000 ഇൻ ക്രെഡിറ്റ്സ്. ഓൾറെഡി നമുക്ക് കുറച്ച് ഗുഡ്സ് അയാൾ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ, സ്റ്റോക്ക് ആയിട്ട് കൊണ്ടുവന്നിട്ട് 50,000 രൂപ. അത് കൂടാതെ പിന്നെയും അവര് കുറച്ച് ഗുഡ്സ് പർച്ചേസ് ചെയ്തു സ്റ്റോക്ക് ചെയ്ത് വെക്കാനായിട്ട്. 80,000 rupees ക്യാഷ് കൊടുത്തിട്ടും കുറച്ച് സ്റ്റോക്ക് അല്ലെങ്കിൽ പർച്ചേസ് ചെയ്തു, ഗുഡ്സ് പർച്ചേസ് ചെയ്തു. പിന്നെ 35,000 rupeesനും 35,000 rupeesനും അയാൾ ഗുഡ്സ് പർച്ചേസ് ചെയ്തു. 80,000 rupeesന് വാങ്ങിച്ചതിന് ക്യാഷ് കൊടുത്തു, പക്ഷെ 35,000 rupeesന് വാങ്ങിച്ചതിന് ക്യാഷ് ഇപ്പൊ കൊടുത്തിട്ടില്ല, പിന്നീട് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ടോട്ടൽ ഈ ഒരു ട്രാൻസാക്ഷനിൽ നമ്മൾ എത്ര രൂപയ്ക്ക് ഗുഡ്സ് പർച്ചേസ് ചെയ്തു? 80,000 പ്ലസ് 35,000. അപ്പൊ എത്രയായി? 1,15,000 rupeesന്റെ എന്താണ് ഗുഡ്സ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ 80,000 rupees മാത്രമേ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ? ക്യാഷ് പേയ്മെന്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കി 35,000 നമ്മൾ കടത്തിനാണ് വാങ്ങിച്ചിരിക്കുന്നത്. അടുത്തത് ഗുഡ്സ് അമൗണ്ടിങ് ടു റുപ്പീസ് 45,000 വാസ് സോൾഡ് ഫോർ 60,000 ഓൺ ക്യാഷ് ബേസിസ്. നമ്മൾ ഈ ഗുഡ്സ് ഒക്കെ വാങ്ങി വെച്ചു. ഇതൊക്കെ വിറ്റാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? നമുക്ക് വരുമാനം ഉണ്ടാവുള്ളൂ. നമ്മൾ വാങ്ങിയ വിലയ്ക്ക് തന്നെ സാധനങ്ങൾ വിൽക്കുവോ? ഇല്ല അല്ലെ. നമ്മൾ അതില് നമ്മുടെ ഒരു പ്രോഫിറ്റ് പോർഷനും കൂടി ആഡ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക? സാധനങ്ങൾ വിൽക്കുന്നുണ്ടാവുക. അപ്പോ 45,000 വിലയുള്ള അല്ലെങ്കിൽ 45,000 rupeesന്റെ മൂല്യമുള്ള വസ്തുക്കൾ നമ്മൾ എത്ര രൂപയ്ക്ക് വിറ്റു? 60,000 രൂപയ്ക്ക് വിറ്റു. 45,000 രൂപയുടെ സാധനം നമ്മൾ 60,000 രൂപയ്ക്ക് വിറ്റു. അതിനർത്ഥം എന്താണ്? അവിടെ 45,000 രൂപയുടെ സ്റ്റോക്ക് നമ്മുടെ ഇന്ന് കുറഞ്ഞു, പകരം നമുക്ക് 60,000 രൂപ ക്യാഷ് കിട്ടി. പിന്നെന്താണ് നമുക്ക് കിട്ടിയത്? നമുക്ക് പ്രോഫിറ്റ് ആയിട്ട്, നമ്മുടെ ഗെയിൻ ആയിട്ട് എത്ര രൂപ കിട്ടി? 15,000 രൂപ കിട്ടി. എങ്ങനെ 15,000 രൂപ നമുക്ക് കിട്ടിയത്? 60,000 ആണ് നമുക്ക് കിട്ടിയത്. ആക്ച്വൽ അതിന്റെ കോസ്റ്റ് എത്രയാണ്? 45,000 രൂപ. അപ്പൊ 60,000 നിന്ന് 45,000 പോയി വെച്ചാൽ ബാക്കി 15,000 എന്താണ്? നമ്മുടെ പ്രോഫിറ്റ് ആണ്. പിന്നെ അടുത്തത് ഗുഡ്സ് കോസ്റ്റിംഗ് റുപ്പീസ് 80,000 വാസ് സോൾഡ് ഫോർ റുപ്പീസ് 1,25,000 ഓൺ ക്രെഡിറ്റ്. പിന്നെ 80,000 രൂപ മൂല്യമുള്ള ഗുഡ്സ് വന്നിട്ട് 1,25,000 രൂപയ്ക്ക് വിറ്റു. പക്ഷെ അപ്പൊ കാശ് കിട്ടിയോ? ഇല്ല. അപ്പൊ നമ്മുടെ കസ്റ്റമർ എന്താ പറഞ്ഞ? നമ്മുടെ അടുത്ത് പിന്നെ തരാം എന്ന് പറയുകയാണ്. അപ്പൊ നമ്മളത് ക്രെഡിറ്റിനാണ് കൊടുത്തത്. അപ്പൊ നമുക്ക് അവിടെ ഒരു ക്രെഡിറ്റർ ഉണ്ടാവുകയാണ്. ഓക്കെ.
എത്ര രൂപയുടെ? 1,25,000 രൂപയുടെ. ഇവിടെ 80,000 രൂപയുടെ സാധനമാണ് നമുക്ക് പോയത്. നമുക്ക് ക്രെഡിറ്റ് എത്ര രൂപ കിട്ടണം? 1,25,000 രൂപ കിട്ടണം. ഇവിടെ നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഉണ്ടായത്? പ്രോഫിറ്റ് ആണ് ഉണ്ടായത് അല്ലെ? കാരണം നമ്മുടെ സാധനത്തിന്റെ എക്സ്പെൻസ് അല്ലെങ്കിൽ കോസ്റ്റ് എന്ന് പറയുന്നത് 80,000 ആണ്. നമ്മൾ വിറ്റത് എത്ര രൂപയ്ക്കാണ്? 1,25,000 രൂപയ്ക്കാണ്. അപ്പോൾ നമുക്ക് എത്ര രൂപയുടെ ഗെയിൻ ഉണ്ടായി അവിടെ? 1,25,000 മൈനസ് 80,000. അപ്പൊ എത്ര വരും? 45,000 റുപ്പീസ് ആണ് എന്തുണ്ടായത്? നമുക്ക് ഗെയിൻ ആയിട്ട്. നമ്മുടെ ലാഭം എന്ന് പറയുന്നത് എത്രയാണ്? 45K. 45K പറഞ്ഞാൽ 45,000. Check issued to a supplier of goods worth 35,000. നമ്മള് ഒരു 35,000 രൂപയുടെ വന്നിട്ട് കടത്തിന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ഇവിടെ 35,000 രൂപയുടെ കടത്തിനായിട്ട് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ കുറച്ച് പൈസയൊക്കെ നമ്മുടെ കയ്യിൽ വന്നപ്പോ എന്ത് ചെയ്തു? നമ്മള് ഒരു ചെക്ക് സപ്ലയർക്ക് കൊടുക്കുകയാണ്. ആ കടം, ആ 35,000 രൂപയുടെ കടം നമ്മൾ വീട്ടാനായിട്ട് ചെക്ക് കൊടുത്തു അല്ലെ? ചെക്ക് കൊടുത്തു മീൻസ് ബാങ്കിൽ നിന്ന് പൈസ നമ്മുടെ അത്രയും കുറയും. അപ്പൊ നമ്മുടെ ഈ 35,000 രൂപയുടെ കടം ഉണ്ടായത് എന്തായി? നമ്മളിപ്പോ വീട്ടി, നമ്മൾ റീപേ ചെയ്തു. അങ്ങനെ 35,000 റുപ്പീസ് ചെക്ക് മുഖേന്ദ്രം നമ്മൾ ആ സപ്ലയർക്ക് പേയ്മെന്റ് നടത്തി. ഇനി അടുത്തത് ചെക്ക് റിസീവ്ഡ് ഫ്രം ദ കസ്റ്റമർ എമൗണ്ടിങ് ടു റുപ്പീസ് 75,000. 75,000 രൂപ നമ്മുടെ കസ്റ്റമറുടെ നിന്ന് കിട്ടി. ഇവിടെ വന്നിട്ട് നമ്മൾ 1,25,000 രൂപയ്ക്ക് സാധനം കടത്തിന് കൊടുത്തിട്ടുണ്ട് അല്ലെ? അതില് 75,000 രൂപ നമുക്ക് കിട്ടി. ഇനി എത്ര രൂപ കിട്ടാനുണ്ട്? 1,25,000 ആണ് കിട്ടാനുള്ളത്. അതിൽ 75,000 നമുക്ക് കിട്ടി. ഇനി എത്ര രൂപ കൂടി നമുക്ക് കിട്ടാനുണ്ട്? 1,25,000 മൈനസ് 75,000. അപ്പൊ 50,000 റുപ്പീസ് കൂടി എന്താണ് നമുക്ക് കിട്ടാനായിട്ടുണ്ട്. ഇപ്പൊ എത്ര രൂപ കിട്ടി? 75,000 കിട്ടി. എത്ര രൂപയ്ക്കാണ് നമ്മൾ ആ സാധനം കൊടുത്തിട്ടുണ്ടായിരുന്നത്? 1,25,000 രൂപയ്ക്ക് നമ്മൾ സാധനം കൊടുത്തു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ നമുക്ക് 75,000 രൂപ തന്നു. ഇനി എത്ര രൂപ കൂടി തരാനുണ്ട്? 50,000 രൂപ കൂടി തരാന് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോ withdrawn by owner for personal use rupees 25,000. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ഓണർ ബിസിനസ്സിൽ നിന്ന് 25,000 റുപ്പീസ് അയാളുടെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട്, ബിസിനസ് യൂസിന് വേണ്ടിയിട്ടല്ല, അയാളുടെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് ഇന്ന് വിഡ്രോ ചെയ്യണം. പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് ബിസിനസ് വിഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് എന്താ പറയാ? ഡ്രോയിങ്സ് എന്നാണ് പറയുക. അപ്പൊ എത്ര രൂപയുടെ ഡ്രോയിങ്സ് ആണ് ഉണ്ടായത്? 25,000 റുപ്പീസ് അയാൾ വിഡ്രോ ചെയ്തു. ഓൾറെഡി പുള്ളി ക്യാപിറ്റൽ ആയിട്ട് ഒരു 8 ലക്ഷം രൂപയോളം എന്തായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്? 8 ലക്ഷവും ഈ 50,000 എന്താണ് ക്യാപിറ്റൽ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ? അതിന്ന് 25,000 രൂപ അയാൾ വിഡ്രോ ചെയ്തു ആ അയാളുടെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട്. അപ്പൊ ഇതാണ് ക്വസ്റ്റിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്. ഇനി നമ്മൾ ഇക്വേഷൻ ആയിട്ട് അക്കൗണ്ടിങ് ഇക്വേഷനിലൂടെ ഇതെങ്ങനെ പിക്ചറൈസ് ചെയ്യും എന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി നമ്മുടെ ക്വസ്റ്റിന്റെ സൊല്യൂഷൻ എങ്ങനെയാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ ബേസിസിൽ നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഓരോ ട്രാൻസാക്ഷൻസ് ആയിട്ട് എടുത്ത് നോക്കാം. നമുക്ക് 10 ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷൻ ആയിട്ട് നമ്മൾ എങ്ങനെയാണ് അക്കൗണ്ട് ചെയ്ത് പോകണം എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ആദ്യത്തെ നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്തെടുത്തോളൂ. അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യനും നോക്കി അതിന്റെ സൊല്യൂഷൻ, അതിന്റെ അക്കൗണ്ടിങ് ഇക്വേഷൻ എങ്ങനെ വരണം എന്നുള്ളത് നോക്കി പോവാം. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ആദ്യത്തെ ട്രാൻസാക്ഷൻ എന്താണ്? introduced rupees 8 lakh as cash and 50,000 by stock. അയാള് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്. 8 ലക്ഷം രൂപ ക്യാഷ് ആയിട്ടും അതേപോലെ സ്റ്റോക്ക് ആയിട്ട് 50,000 രൂപയും മുടക്കിയിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ക്യാഷ് എന്ന് പറയുന്നത് എന്താണ്? അസറ്റ് ആണ് അല്ലെ? അപ്പൊ അസറ്റ് അവിടെ കൂടി. ക്യാഷ് എന്നുള്ള അസറ്റ് 8 lakh ക്യാഷ് അവിടെ കൂടി. പിന്നെ സ്റ്റോക്ക് ആയിട്ട് എത്ര രൂപ കൊണ്ടുവന്നു? 50,000 റുപ്പീസ്. 50,000 റുപ്പീസിന്റെ സ്റ്റോക്കും പുള്ളി കൊണ്ടുവന്നു അല്ലെ? ബിസിനസ് ഓണർ 50,000 റുപ്പീസിന്റെ സ്റ്റോക്കും കൊണ്ടുവന്നു. സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻവെന്ററി എന്താണ്? അതും അസറ്റ് ആണ്. അപ്പൊ ഇവിടെ രണ്ട് അസറ്റ് ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് ക്യാഷ് എന്നുള്ള ഒരു അസറ്റും പിന്നൊന്ന് എന്താണ്? ഇൻവെന്ററി അല്ലെങ്കിൽ സ്റ്റോക്ക് എന്നുള്ള ഒരു അസറ്റും ഉണ്ടായിട്ടുണ്ട്. ഇത് രണ്ടും എന്തായിട്ടാണ് ഈ ഓണർ കൊണ്ടുവന്നിരിക്കുന്നത്? പുള്ളിയുടെ ക്യാപിറ്റൽ ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ക്യാപിറ്റൽ ഏത് സൈഡാണ് ഉണ്ടാവുക? ക്യാപിറ്റൽ ആൻഡ് ലൈബിലിറ്റി മറു സൈഡാണ് ഉണ്ടാവുക. അപ്പൊ ക്യാപിറ്റൽ ആയിട്ട് ടോട്ടൽ അപ്പൊ എത്ര രൂപ കൊണ്ടുവന്നു? 8 lakh ക്യാഷ് ആയിട്ടും 50,000 സ്റ്റോക്ക് ആയിട്ടും. അപ്പൊ ടോട്ടൽ എത്ര രൂപയുടെ ക്യാപിറ്റലാണ് കൊണ്ടുവന്നത്? 8,50,000 റുപ്പീസിന്റെ ക്യാപിറ്റലാണ് കൊണ്ടുവന്നത് അല്ലെ? അപ്പൊ ഇവിടെ നമ്മളിപ്പോ ഇക്വേഷന് വേണ്ടിയിട്ട് അസറ്റ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലൈബിലിറ്റീസ് എന്നുള്ള രീതിയിൽ കാണിച്ചു. അസറ്റ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലൈബിലിറ്റീസ് എന്ന് കാണിച്ചു. എന്നിട്ട് അസറ്റ് സൈഡ് നമ്മൾ എന്താണ്? ക്യാഷും വന്നു,
ഇൻവെന്ററി അല്ലെങ്കിൽ സ്റ്റോക്കും വന്നു അല്ലേ. എന്നിട്ട് ലയബിലിറ്റി സൈഡ് എന്താ വന്നത്? ക്യാപിറ്റലാണ് വന്നത്. അപ്പൊ ക്യാഷ് എത്ര രൂപ വന്നു? 8 lakh. ഇൻവെന്ററി എത്ര വന്നു? 50,000. അപ്പൊ രണ്ടും കൂടി 8,50,000. ക്യാപിറ്റൽ ആയിട്ടാണ് ഇത് രണ്ടും കൊണ്ടുവന്നത് അല്ലെ. അപ്പൊ ക്യാപിറ്റൽ ആയിട്ട് 8,50,000 വന്നു. അപ്പൊ രണ്ട് സൈഡും എന്തായി? 8,50,000. രണ്ട് സൈഡും 8,50,000 ടാലി ആയി. അപ്പൊ അക്കൗണ്ടിങ് ഇക്വേഷൻ അസറ്റ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്നുള്ളത് ആദ്യത്തെ ട്രാൻസാക്ഷനിൽ എന്തായി? കറക്റ്റ് ആയി. ഇനി അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം. പർച്ചേസ്ഡ് പ്ലാൻ ഫോർ rupees 3 lakh by paying rupees 15,000 in cash and balance at a later date. പിന്നെ അയാൾ എന്താണ് പർച്ചേസ് ചെയ്തത്? ഒരു പ്ലാന്റ് പർച്ചേസ് ചെയ്തു, ഒരു അസറ്റ് പർച്ചേസ് ചെയ്തു. എത്ര രൂപയുടെ? 3 lakh rupeesന്റെ അസറ്റ് പർച്ചേസ് ചെയ്തു. എന്നിട്ട് അതിനായിട്ട് എത്ര രൂപ കൊടുത്തു? 15,000 rupees മാത്രമേ ക്യാഷ് ആയിട്ട് കൊടുത്തിട്ടുള്ളൂ. ബാക്കി എന്താ പറഞ്ഞത്? ബാക്കി 2,85,000 rupees പിന്നീട് തരാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അവിടെ എന്താണ്? ഒരു ക്രെഡിറ്റർ, ഒരു ലയബിലിറ്റി ആണ് നമുക്ക് ഉണ്ടാവുന്നത്. ഇനിയിപ്പോ ഈ ട്രാൻസാക്ഷൻ വരുമ്പോൾ നമ്മൾ ഓൾറെഡി എഴുതിയ ആ ഇക്വേഷന്റെ കൂട്ടത്തിൽ വേണം എഴുതാനായിട്ട്. അസറ്റ് സൈഡും ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റലും. കഴിഞ്ഞ ട്രാൻസാക്ഷനിൽ നമ്മൾ എന്തൊക്കെ എഴുതി? ക്യാഷും എഴുതിയിട്ടുണ്ടായിരുന്നു, ഇൻവെന്ററി എഴുതിയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം അസറ്റ് സൈഡ് എന്താണ് വരുന്നത്? പ്ലാന്റ് ആൻഡ് മിഷനറി എന്നുള്ള ഒരു അസറ്റ് കൂടി വരികയാണ്. അപ്പൊ പ്ലസ് പ്ലാന്റ് ആൻഡ് മിഷനറി എന്ന് എഴുതി. ഓക്കെ. എന്നിട്ട് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അപ്പോ ക്യാഷ് ആയിട്ട് നമുക്ക് എത്ര രൂപ ഉണ്ടായിരുന്നു? നമ്മുടെ 8 ലക്ഷം രൂപ ഉണ്ടായിരുന്നു അല്ലെ. 8 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. അതില് 15,000 രൂപയാണ് ഇപ്പോ കൊടുത്തിരിക്കുന്നത്. അപ്പൊ 8 ലക്ഷത്തിൽ നിന്ന് എത്ര രൂപ കുറഞ്ഞു? 15,000 രൂപ കുറഞ്ഞു. നമ്മളിപ്പോ ബ്രാക്കറ്റിൽ ഇട്ടിട്ടാണ് ഒരു എമൗണ്ട് ഇടുന്നതെന്നുണ്ടെങ്കിൽ അതിന് മൈനസ് എന്നാണ് അർത്ഥം. അപ്പൊ 8 ലക്ഷം ക്യാഷ് ഉണ്ടായിരുന്നു നമ്മുടെ ക്യാപിറ്റൽ ആയിട്ട് കൊണ്ടുവന്നില്ലേ. ആ 8 ലക്ഷത്തിൽ നിന്ന് 15,000 രൂപ 15,000 രൂപ മാത്രം എടുത്തിട്ട് ആർക്കാണ് കൊടുത്തിരിക്കുന്നത്? പ്ലാന്റ് ആൻഡ് മെഷീനറി പർച്ചേസ് ചെയ്യുമ്പോൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ 8 ലക്ഷത്തിൽ നിന്ന് 15,000 കുറയുമ്പോൾ ബാക്കി 7,80,000 പ്ലസ് ഇൻവെന്ററി. ഇൻവെന്ററിയിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ കഴിഞ്ഞ ക്വസ്റ്റ്യനിലുള്ള കഴിഞ്ഞ ട്രാൻസാക്ഷനിലുള്ള 50,000 നമ്മൾ അതേപോലെ ഇവിടെ എടുത്തെഴുതി. പിന്നെ അത് കഴിഞ്ഞിട്ട് പുതുതായിട്ട് ഒരു അസറ്റ് ആഡ് ആയത് എന്താണ്? പ്ലാന്റ് ആൻഡ് മെഷീനറി എന്നുള്ള ഒരു അസറ്റ് ആഡ് ആയിട്ടുണ്ട്. അപ്പൊ പ്ലസ് 3 lakh. അപ്പൊ 7,85,000 പ്ലസ് ഇൻവെന്ററി 50,000 പ്ലസ് പ്ലാന്റ് ആൻഡ് മെഷീനറി 3 lakh. ഇതെല്ലാം കൂടിയിട്ട് എത്ര രൂപയായി? 11,35,000 ആയി. ഇനി ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ ഓൾറെഡി എന്തുണ്ട്? 8,50,000 റുപ്പീസിന്റെ ക്യാപിറ്റൽ ഇവിടെ ഉണ്ട് അല്ലെ. അത് നമ്മൾ അതേപോലെ എഴുതി. എന്നിട്ട് ഇവിടെ നമ്മൾ 3 ലക്ഷത്തിന്റെ പ്ലാന്റ് ആൻഡ് മെഷീനറി വാങ്ങിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും 15,000 മാത്രമേ എന്ത് ക്യാഷ് ആയിട്ട് കൊടുത്തിട്ടുള്ളൂ. ബാക്കി 2,85,000 രൂപ പിന്നീട് തരാ പറഞ്ഞിരിക്കുകയാണ്. അത് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഒരു കടമാണ്, അതായത് ഒരു ക്രെഡിറ്റർ ആണ്. ക്രെഡിറ്റർ പറയുന്നത് ഇറ്റ് ഈസ് എ ലയബിലിറ്റി. അപ്പൊ ലയബിലിറ്റി സൈഡ് എന്ത് ആഡ് ആവും? ആ 2,85,000 റുപ്പീസ് ആഡ് ആവും. അപ്പോ ലയബിലിറ്റി സൈഡ് ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ, ലയബിലിറ്റി ആയിട്ടുള്ള 2,85,000 പ്ലസ് ക്യാപിറ്റൽ ആയിട്ടുള്ള 8,50,000. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്രയായി? 11,35,000. അസറ്റ് സൈഡും ഈക്വൽ ആയി, ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി സൈഡും ഈക്വൽ ആയി. 11,35,000. ക്ലിയർ? ഇനി നമുക്ക് അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം. അടുത്ത ട്രാൻസാക്ഷൻ എന്താ പറയുന്നത്? ഡെപ്പോസിറ്റഡ് ₹6 lakh ഇൻടു ബാങ്ക്. ക്യാഷ് ആയിട്ട് ഉണ്ടായിരുന്ന എമൗണ്ടിൽ നിന്നും 6 lakh rupees എടുത്തിട്ട് എന്ത് ചെയ്തു? ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തു. ക്യാഷ് എന്നുള്ളതും എന്താണ്? അസറ്റ് ആണ്. ബാങ്ക് എന്നുള്ളതും അസറ്റ് ആണ്. ഇവിടെ ക്യാഷിൽ നിന്നും 6 lakh rupees കുറയുന്നു, ബാങ്കിൽ 6 lakh rupees കൂടുന്നു. അപ്പോൾ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ വരെയുള്ള എൻട്രീസ് ഒക്കെ നമ്മൾ അതേപോലെ എടുത്ത് എഴുതുകയാണ്. എന്താണ്? ക്യാഷ് ആയിട്ട് നമുക്ക് എത്രയാണ് ഉണ്ടായിരുന്നത്? 7,85,000 ഉണ്ടായിരുന്നു. 5,000 ഇൻവെന്ററി ആയിട്ടുണ്ടായിരുന്നു. പ്ലാന്റ് ആൻഡ് മെഷീനറി ആയിട്ട് 3 lakh ഉണ്ടായിരുന്നു. ഈ ഒരു ട്രാൻസാക്ഷനിലൂടെ അതേപോലെ ലയബിലിറ്റി സൈഡ് ആണെന്നുണ്ടെങ്കിൽ 2,85,000 ലയബിലിറ്റി ഉണ്ടായിരുന്നു. ക്യാപിറ്റൽ ആയിട്ട് 8,50,000 ഉണ്ടായിരുന്നു. ഇനി ഈ ഒരു ട്രാൻസാക്ഷനിൽ എന്താണ് പുതുതായിട്ട് ഉണ്ടായിരുന്നത്? 6 lakh rupees കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യണം അല്ലെ. അപ്പോ ക്യാഷ് ബാലൻസ് 6 lakh rupees കുറയും. ക്യാഷ് ബാലൻസ് 6 lakh rupees കുറയും. പുതുതായിട്ട് നമ്മൾ ബാങ്ക് പറഞ്ഞിട്ടൊന്ന് ആഡ് ചെയ്യുന്നു അസറ്റ് സൈഡ്. എന്നിട്ട് ബാങ്കിൽ 6 lakh rupees കൂടുകയും ചെയ്യുന്നു. അപ്പൊ ക്യാഷ് ബാലൻസ് എത്രയായി? ഓൾറെഡി 7,85,000 ഉണ്ടായിരുന്നു. അതിന് 6 lakh ലെസ് ചെയ്തപ്പോൾ നമുക്ക് ഇപ്പൊ എത്ര രൂപയുള്ളൂ ക്യാഷ് ബാലൻസ് ആയിട്ട്? 1,85,000 ഉള്ളൂ. ഇൻവെന്ററിയിൽ ചേഞ്ചസ് ഒന്നുമില്ല, 50,000. പ്ലാന്റ് ആൻഡ് മെഷീനറിയിലും ചേഞ്ചസ് ഒന്നുമില്ല, 3 lakh.
അതേപോലെ ബാങ്ക് എന്നുള്ള ഒരു അഡീഷണൽ അസറ്റ് ഉണ്ടായി 6 ലാഖിന്റെ. അപ്പൊ ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര വരും? 11,35,000. ലൈബിലിറ്റി സൈഡ് ലൈബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ, ഇതിൽ യാതൊരു ചേഞ്ചസും ഇല്ല. പ്രീവിയസ്ലി എന്താണോ ഉണ്ടായിരുന്നത് അതേ തന്നെയാണ്. 2,85,000 പ്ലസ് 8,50,000 രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 11,35,000. രണ്ട് സൈഡും എന്തായി? അസറ്റ് ഈസ് ഈക്വൽ ടു ലൈബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. രണ്ട് സൈഡും സെയിം എമൗണ്ട് ആണ്. അപ്പോൾ ഇവിടെ ഇക്വേഷൻ നമ്മൾ കറക്റ്റ് ചെയ്തു. ഇനി അടുത്ത ട്രാൻസാക്ഷൻ എന്താണെന്ന് നോക്കാം. പർച്ചേസ്ഡ് ഓഫീസ് ഫർണിച്ചർ ഫോർ rupees 1 lakh, മെയ്ഡ് പേയ്മെന്റ് ബൈ ചെക്ക്. ഓഫീസ് ഫർണിച്ചർ നമ്മൾ എത്ര രൂപയ്ക്ക് വാങ്ങിച്ചു? 1,00,000 രൂപയുടെ ഓഫീസ് ഫർണിച്ചർ വാങ്ങിച്ചു. എന്നിട്ട് അതിന് ചെക്ക് ആയിട്ടാണ് കൊടുത്തത്. അതായത് ബാങ്കിൽ നിന്ന് ചെക്ക് കൊടുത്താൽ എവിടെ നിന്നാണ് എമൗണ്ട് ലെസ് ആവുക? ബാങ്കിൽ നിന്നാണ് ലെസ് ആവുക അല്ലെ? അപ്പോ ഫർണിച്ചർ എന്നുള്ള ഒരു അസറ്റ് ആഡ് ആയിട്ട് വരുന്നു. ബാങ്കിൽ നിന്നും ആ 1,00,000 രൂപ കുറയുകയും ചെയ്യും. ഇനി നമുക്ക് ഇക്വേഷൻ എഴുതി നോക്കാം. അസറ്റ് ഈക്വൽ ടു ലൈബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. നമ്മൾ കഴിഞ്ഞ ട്രാൻസാക്ഷൻ വരെ ഉള്ളത് അതേപോലെ അങ്ങോട്ട് എടുത്തെഴുതി. ക്യാഷ്, ഇൻവെന്ററി, പ്ലാന്റ് ആൻഡ് മെഷീനറി, ബാങ്ക്. എന്നിട്ട് ഇപ്രാവശ്യം എന്താണ് ആഡ് ആയിട്ട് വന്നത്? ഫർണിച്ചർ എന്നുള്ളത് ആഡ് ചെയ്ത് വന്നു. ക്യാഷ് ബാലൻസ് 1,85,000. അതിൽ ചേഞ്ചസ് ഒന്നുമില്ല, അതേപോലെ നമ്മൾ എടുത്തെഴുതി. ഇൻവെന്ററിയിൽ ചേഞ്ചസ് ഒന്നുമില്ല, അതേപോലെ എഴുതി. 50,000. പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ ചേഞ്ചസ് ഇല്ല, അതേപോലെ എഴുതി. പക്ഷെ ബാങ്കിൽ നിന്ന് 1,00,000 രൂപ കുറഞ്ഞിട്ടുണ്ട്. ബാങ്കിൽ നേരത്തെ എത്രയായിരുന്നു ബാലൻസ്? 6,00,000 ആയിരുന്നു ബാലൻസ്. അതിൽ 1,00,000 രൂപ നമ്മൾ കുറച്ചു. എന്നിട്ട് ഫർണിച്ചർ എന്നുള്ള ഒരു അഡീഷണൽ അസറ്റ് ഉണ്ടായി. എന്നിട്ട് 1 lakh ഇവിടെ ആഡ് ചെയ്യുകയും ചെയ്തു. അപ്പൊ എങ്ങനെയായി എമൗണ്ട് വരുന്നത്? ക്യാഷ് ബാലൻസ് 1,85,000, ഇൻവെന്ററി 50,000, പ്ലാന്റ് ആൻഡ് മെഷീനറി 3 lakh. പിന്നെ ബാങ്കിൽ ഓൾറെഡി 6 lakh ഉണ്ടായിരുന്നു. അതിന് 1 lakh നമ്മൾ അസറ്റിന് വേണ്ടിയിട്ട്, അതായത് ഫർണിച്ചറിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്തു. അപ്പൊ ബാക്കി എത്രയേ ഉള്ളൂ? 5 lakh ഉള്ളൂ. പിന്നെ ഫർണിച്ചർ ഒരു അഡീഷണൽ അസറ്റ് ആഡ് ആയിട്ട് വന്നു 1 lakh റുപ്പീസിന്റെ. അപ്പൊ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര രൂപ വന്നു? 11,35,000 അല്ലെ? ഒരു അസറ്റ് കുറഞ്ഞു, പക്ഷെ ഒരു അസറ്റ് കൂടി. അപ്പൊ 11,35,000. ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റലിലോ അതിൽ വല്ല ചേഞ്ചസും ഉണ്ടോ? ഇല്ല. അപ്പൊ അതേപോലെ നമ്മൾ എഴുതി. 2,85,000 പ്ലസ് 8,50,000 രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 11,35,000. അപ്പൊ ഈ ഒരു ഇക്വേഷൻ കറക്റ്റ് ആയില്ലേ? അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അസറ്റ് സൈഡും 11,35,000, ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റലിലും 11,35,000. ക്ലിയർ ആയില്ലേ? ഇനി നെക്സ്റ്റ് ട്രാൻസാക്ഷനിലേക്ക് പോവാം. ഇനി നെക്സ്റ്റ് ഫിഫ്ത്ത് ട്രാൻസാക്ഷൻ എന്താണെന്ന് നോക്കാം. പർച്ചേസ്ഡ് ഗുഡ്സ് വർത്ത് ₹80,000 for cash and for ₹35,000 in credit. നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്തു. 80,000 രൂപ ക്യാഷ് കൊടുത്തിട്ടും പർച്ചേസ് ചെയ്തു. 35,000 രൂപ ക്രെഡിറ്റിന് കടത്തിനും നമ്മൾ വാങ്ങിച്ചു. അങ്ങനെ ടോട്ടൽ എത്ര രൂപയുടെ സാധനം നമ്മൾ പർച്ചേസ് ചെയ്തു? ഗുഡ്സ് ഇൻവെന്ററി നമ്മൾ പർച്ചേസ് ചെയ്തു. 1,15,000 രൂപയുടെ ഇൻവെന്ററി പർച്ചേസ് ചെയ്തു. അങ്ങനെ 1,15,000 രൂപയുടെ ഇൻവെന്ററി ഉണ്ടായപ്പോ നമ്മുടെ ഇന്ന് എന്ത് കുറഞ്ഞു? 80,000 രൂപ ക്യാഷും കുറഞ്ഞു. അതേസമയം നമുക്ക് 35,000 രൂപയുടെ ഒരു ബാധ്യതയുണ്ടായി. നമുക്കൊരു ക്രെഡിറ്റർ ഉണ്ടായി. നമ്മൾ ആ പൈസ പിന്നീട് ഭാവിയിൽ അടച്ചു തീർക്കണം. അപ്പൊ നമുക്കതൊരു ലൈബിലിറ്റിയാണ്. അപ്പൊ 35,000 രൂപയുടെ ഒരു ലൈബിലിറ്റിയും ഉണ്ടായി. അപ്പൊ നമുക്ക് ഇക്വേഷനിലേക്ക് പോവാം. അസറ്റ് ഇസ് ഈക്വൽ ടു ലൈബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. നമ്മൾ കഴിഞ്ഞ ട്രാൻസാക്ഷൻ വരെയുള്ള കാര്യങ്ങൾ അതേപോലെ എടുത്തെഴുതുകയാണ്. ക്യാഷ്, ഇൻവെന്ററി, പ്ലാന്റ് ആൻഡ് മെഷീനറി, ബാങ്ക്, ഫർണിച്ചർ പറഞ്ഞിട്ട് നമ്മൾ എഴുതി. ലൈബിലിറ്റീസ് ആയിട്ട് ലൈബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ക്യാഷില് 1,85,000 റുപ്പീസ് ആണ് എന്തുണ്ടായിരുന്നത്? ക്യാഷ് ബാലൻസ് ഉണ്ടായിരുന്നത്. അതില് 80,000 റുപ്പീസ് ആണ് നമ്മൾ ഗുഡ്സിന് വേണ്ടിയിട്ട് എന്താണ് ചെലവാക്കിയത്. അപ്പൊ ആ 1,85,000 80,000 ലെസ് ചെയ്തിട്ട് ബാക്കി ഇപ്പൊ ക്യാഷ് ബാലൻസ് എത്രയേ ഉള്ളൂ? 1,05,000 റുപ്പീസ് മാത്രമേ ഉള്ളൂ. ഇൻവെന്ററി ആണെങ്കിലോ ഇൻവെന്ററിയിൽ 50,000 മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ എത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്തു? 80,000 രൂപയുടെ ക്യാഷിനും പർച്ചേസ് ചെയ്തു. 35,000 രൂപയുടെ ക്രെഡിറ്റിനും പർച്ചേസ് ചെയ്തു. അപ്പൊ ടോട്ടൽ എത്ര രൂപയുടെ ഇൻവെന്ററി ഇവിടെ കൂടി? 1,15,000 രൂപയുടെ ഇൻവെന്ററി കൂടി. അപ്പൊ 50,000ന്റെ കൂടെ 1,15,000 രൂപ കൂടി ഇൻവെന്ററിയുടെ കേസിൽ നമ്മൾ ആഡ് ചെയ്ത് കാണിക്കണം. അപ്പൊ ഇൻവെന്ററിയുടെ ഇപ്പൊ ടോട്ടൽ റുപ്പീസ് എത്രയായി? 1,65,000 രൂപയുടെ ഇൻവെന്ററി നമ്മുടെ കയ്യിലുണ്ട്. മെഷീനറിയിൽ വല്ല ചേഞ്ചസും ഉണ്ടോ? ഇല്ല. അപ്പൊ ആ 3 lakh നമ്മൾ അതേപോലെ എടുത്തെഴുതി. ബാങ്കിൽ വല്ല ചേഞ്ചസും ഉണ്ടോ? ഇല്ല. അപ്പൊ ബാങ്കിൽ ഉണ്ടായിരുന്ന 5 lakh ബാലൻസും അതേപോലെ എടുത്തെഴുതി. ഫർണിച്ചറിലും ചേഞ്ചസ് ഒന്നുമില്ല. അപ്പൊ 1 lakh അതേപോലെ എടുത്തെഴുതി. ഇനി ലൈബിലിറ്റി സൈഡ് വരികയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമുക്ക് ഒരു 2,85,000 രൂപ
നമുക്ക് കൊടുക്കാനുണ്ട് അല്ലെ. എന്ത് പ്ലാന്റ് ആൻഡ് മെഷീനറി വാങ്ങിച്ച കൂട്ടത്തില് നമുക്കൊരു 2,85,000 രൂപ കൊടുക്കാനുണ്ട്. ഇനിയിപ്പോ ഗുഡ്സ് വാങ്ങിച്ച ഇൻവെന്ററി വാങ്ങിച്ചതില് 35,000 രൂപ നമ്മൾ കടത്തിനാ വാങ്ങിച്ചത്. അപ്പൊ ഈ 2,85,000 കൂടെ നമ്മൾ ഈ കടത്തിന് വാങ്ങിച്ച ഈ 35,000 കൂടി ആഡ് ആവും. അങ്ങനെ ടോട്ടൽ നമ്മുടെ ലൈബിലിറ്റി എത്ര രൂപയായി? 3,20,000 രൂപയായി. പിന്നെ ക്യാപിറ്റലിൽ ചേഞ്ചസ് ഒന്നുമില്ല. അപ്പൊ ക്യാപിറ്റലിലുള്ള 8,50,000 അതേപോലെ എടുത്തെഴുതി. അപ്പൊ ലൈബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എത്രയാണ്? ലൈബിലിറ്റി ആയ 3,20,000 പ്ലസ് ക്യാപിറ്റൽ ആയ 8,50,000. അപ്പൊ ടോട്ടൽ എത്രയാണ് വരുന്നത്? 11,70,000. ഇനി അസറ്റ് സൈഡ് ആണെങ്കിലോ ക്യാഷ് പ്ലസ് ഇൻവെന്ററി പ്ലസ് പ്ലാന്റ് ആൻഡ് മെഷീനറി പ്ലസ് ബാങ്ക് പ്ലസ് ഫർണിച്ചർ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 11,70,000. 11,70,000. അപ്പൊ അസറ്റ് സൈഡും ഈക്വൽ ആയി, ലൈബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്നുള്ള സൈഡും ഈക്വൽ ആയി. അപ്പൊ ഇക്വേഷൻ അസറ്റ് ഈസ് ഈക്വൽ ടു ലൈബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഇനി അടുത്ത ട്രാൻസാക്ഷൻ, സിക്സ്ത് ട്രാൻസാക്ഷൻ. എന്താണ് സിക്സ്ത് ട്രാൻസാക്ഷനിൽ പറയുന്നത്? Goods amounting to rupees 45,000 was sold for rupees 60,000 on cash basis. 45,000 രൂപ വിലയുള്ള ഒരു ഇൻവെന്ററി ഗുഡ്സ് നമ്മൾ എത്ര രൂപയ്ക്ക് വിറ്റു? 60,000 രൂപയ്ക്ക് വിറ്റു. അപ്പൊ നമ്മുടെ ഇൻവെന്ററിന്ന് 45,000 രൂപ എന്ത് ചെയ്യും? കുറയും. എന്നിട്ട് എത്ര രൂപ നമുക്ക് കിട്ടി? 60,000 രൂപ ക്യാഷ് ആയിട്ട് കിട്ടി അല്ലെ. 45,000 വിലയുള്ള ഇൻവെന്ററി നമ്മൾ എത്ര രൂപയ്ക്ക് വിറ്റു? 60,000 രൂപ വിറ്റി. 60,000 രൂപയ്ക്ക് വിറ്റു. അപ്പൊ അവിടെ ഒരു പ്രോഫിറ്റ് ആണ് ഉണ്ടായത്. എത്ര രൂപയുടെ പ്രോഫിറ്റ് ഉണ്ടായി? 60,000 മൈനസ് 45,000 എത്രയാണ്? 15,000 രൂപയുടെ പ്രോഫിറ്റ് ഉണ്ടായി. പ്രോഫിറ്റ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പിന്റെ കേസസിലാണെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് എപ്പോഴും ഏതിന്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കും? ക്യാപിറ്റലിന്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കും. എന്തിന്റെ കൂടെയാണ് പ്രോഫിറ്റ് നമ്മൾ ആഡ് ചെയ്ത് കാണിക്കുക? ക്യാപിറ്റലിന്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇക്വേഷൻ ബേസ് ഇട്ട് നോക്കാം. അസറ്റ് ഇസ് ഈക്വൽ ടു ലൈബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ക്യാഷില് നമുക്ക് കഴിഞ്ഞതിൽ എത്രയായിരുന്നു ബാലൻസ് ഉണ്ടായിരുന്നത്? കഴിഞ്ഞതിൽ എത്രയാണ് നമുക്ക് ബാലൻസ് ഉണ്ടായിരുന്നത്? ക്യാഷ് 1,05,000 രൂപ നമുക്ക് ക്യാഷ് ബാലൻസ് ഉണ്ടായിരുന്നു അല്ലെ. അതിന്റെ കൂടെ ഇനിയിപ്പോ എന്ത് ആഡ് ചെയ്യണം? നമുക്ക് 45,000 രൂപയുടെ ഗുഡ്സ് എത്ര രൂപയ്ക്ക് നമ്മൾ വിറ്റു? 60,000 രൂപയ്ക്ക് വിറ്റു. അപ്പൊ അത്രയും ക്യാഷ് ബാലൻസ് നമ്മുടെ കയ്യിൽ കൂടി. അപ്പൊ പഴയ ബാലൻസിന്റെ കൂടെ ഈ 60,000 ആഡ് ചെയ്യണം. അപ്പൊ 1,05,000 പ്ലസ് 60,000 ചെയ്യുമ്പോൾ 1,65,000 രൂപയായി നമ്മുടെ ക്യാഷ് ബാലൻസ്. ഇനി ഇൻവെന്ററി പഴയതിൽ നമുക്ക് എത്ര രൂപ ഉണ്ടായിരുന്നു? 1,65,000 രൂപയുടെ ഇൻവെന്ററി ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 45,000 രൂപ വിലയുള്ള ഇൻവെന്ററിയാണ് നമ്മൾ വിറ്റിരിക്കുന്നത്. അപ്പൊ 1,65,000 ഈ 45,000 രൂപ കുറച്ചു. അപ്പൊ എത്ര കിട്ടി? 1,20,000 രൂപയുടെ ഇൻവെന്ററി നമ്മുടെ കയ്യിലുണ്ട്. പ്ലാന്റ് ആൻഡ് മെഷീനറിയിലോ ബാങ്കിലോ ഫർണിച്ചറിലോ ഒന്നും ചേഞ്ചസ് ഇല്ല. അപ്പൊ ആ എമൗണ്ട് അതേപോലെ എടുത്തെഴുതി 3 lakh, 5 lakh, 1 lakh. ഇനി ലൈബിലിറ്റി സൈഡ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിഞ്ഞ ട്രാൻസാക്ഷൻ വരെ എത്ര ലൈബിലിറ്റി ഉണ്ട്? 3,20,000 രൂപയുടെ ലൈബിലിറ്റി ഉണ്ട്. അത് അതേപോലെ എടുത്തെഴുതി. ഇനി ക്യാപിറ്റൽ ആണെന്നുണ്ടെങ്കിലോ 8,50,000. പക്ഷെ നമ്മുടെ പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട് അല്ലെ. ഈ ഒരു ട്രാൻസാക്ഷനിലൂടെ നമ്മുടെ 15,000 രൂപ പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. ആ പ്രോഫിറ്റ് നമ്മൾ എന്തിന്റെ കൂടെ ആഡ് ചെയ്യണം? ക്യാപിറ്റലിന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യും. അപ്പോ ക്യാപിറ്റലിന്റെ വാല്യൂ ഇപ്പൊ എത്രയായി? 8,50,000 പ്ലസ് 15,000. അപ്പൊ 8,65,000 രൂപയായി. അപ്പൊ ലൈബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എത്ര രൂപയായി? 3,20,000 പ്ലസ് 8,65,000. രണ്ടും കൂടി കൂട്ടുമ്പോ 11,85,000. അതേപോലെ അസറ്റ് സൈഡ് ആണെങ്കിൽ ക്യാഷ് പ്ലസ് ഇൻവെന്ററി പ്ലസ് പ്ലാന്റ് ആൻഡ് മെഷീനറി പ്ലസ് ബാങ്ക് പ്ലസ് ഫർണിച്ചർ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 11,85,000. അപ്പൊ നമ്മുടെ ഇക്വേഷൻ ശരിയല്ലേ? അസറ്റ് ഈസ് ഈക്വൽ ടു ലൈബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അടുത്തത് എന്താ പറയുന്നത്? ഗുഡ്സ് കോസ്റ്റിംഗ് ടു ₹80,000 was sold for 1,25,000 on credit. ഇനി അടുത്തത് 80,000 രൂപ വിലയുള്ള ഗുഡ്സ്. 80,000 രൂപ വിലയുള്ള ഗുഡ്സ് നമ്മൾ എത്ര രൂപയ്ക്ക് വിറ്റു? 1,25,000 രൂപയ്ക്ക് നമ്മൾ വിൽക്കുകയാണ്. അങ്ങനെ വിൽക്കുമ്പോ കടത്തിനാണ് വിറ്റിരിക്കുന്നത്. നമുക്ക് ക്യാഷ് ഒന്നും കിട്ടിയിട്ടില്ല. ഇപ്പൊ പിന്നീടായിരിക്കും നമ്മുടെ കസ്റ്റമർ തരുന്നുണ്ടാവുക അല്ലെ. അപ്പൊ 80,000 വിലയുള്ള ഒരു ഗുഡ്സ് 1,25,000 രൂപയ്ക്ക് വിറ്റു എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലാഭമാണ് അല്ലെ. എത്ര രൂപയുടെ ലാഭമാണ് നമുക്ക് ഉണ്ടാവുന്നത്? 1,25,000 മൈനസ് 80,000 45,000 രൂപയുടെ ലാഭമാണ് ഉണ്ടായത്. നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞു ലാഭം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഏതിന്റെ കൂടെയാണ് ആഡ് ചെയ്യുക? ക്യാപിറ്റലിന്റെ കൂടെ വേണം നമുക്ക് ആഡ് ചെയ്യാനായിട്ട്. അപ്പോ 80,000 രൂപയുടെ ഗുഡ്സ് അല്ലെങ്കിൽ ഇൻവെന്ററി കുറയുന്നു. അതേപോലെ 1,25,000 രൂപയുടെ
ഡെപ്റ്റർ പറയുന്നത് ഒരു അസറ്റ് ആണ്. ഡെപ്റ്റർ നമുക്ക് ഉണ്ടാവുന്നു. അതേപോലെ ക്യാപിറ്റലിൽ 45,000 രൂപ നമ്മുടെ പ്രോഫിറ്റ് ആയിട്ട് കൂടുകയും ചെയ്യുന്നു. അതാണ് ഈ ഒരു ട്രാൻസാക്ഷനിൽ ഉണ്ടാവുന്ന എഫക്റ്റ്. അപ്പൊ അസറ്റ് നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാണ്? അസറ്റ് ഇസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ക്യാഷ് പ്ലസ് ഇൻവെന്ററി പ്ലസ് പ്ലാന്റ് ആൻഡ് മെഷീനറി പ്ലസ് ബാങ്ക് പ്ലസ് ഫർണിച്ചർ പ്ലസ് ഡെപ്റ്റർ. ഈ ഒരു ട്രാൻസാക്ഷനിൽ ഉണ്ടായ ഒരു അഡീഷണൽ അസറ്റ് ഏതാണ്? ഡെപ്റ്റേഴ്സ് അല്ലെ? ഡെപ്റ്റേഴ്സ് ആണ് ഉണ്ടാവുന്നത്. നമ്മൾ കടത്തിനാണ് നമ്മൾ സെയിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്രയും എമൗണ്ട് നമുക്ക് കിട്ടാണ്ട് നമ്മുടെ അസറ്റ് ആണ്. അപ്പൊ ആ ഡെപ്റ്റർ നമുക്ക് ഉണ്ടാവുകയാണ്. ഓക്കെ, ക്യാഷിൽ ചേഞ്ചസ് ഒന്നും വരുന്നില്ല. അപ്പൊ കഴിഞ്ഞ ട്രാൻസാക്ഷനിൽ എത്രയായിരുന്നു ക്യാഷ് ബാലൻസ്? നമ്മൾ അതേപോലെ എടുത്തെഴുതി 1,65,000. എന്നിട്ട് കഴിഞ്ഞ ട്രാൻസാക്ഷനിൽ നമുക്ക് ഇൻവെന്ററിയുടെ ബാലൻസ് എത്രയായിരുന്നു? 1,20,000 രൂപയായിരുന്നു. അതിൽ നിന്ന് എത്ര രൂപ കുറയണം? എത്ര രൂപ വിലയുള്ള ഇൻവെന്ററിയാണ് നമ്മൾ വിറ്റത്? 80,000 രൂപ വിലയുള്ള ഇൻവെന്ററിയാണ് നമ്മൾ വിറ്റത്. അപ്പൊ ആ 1,20,000 നിന്ന് 80,000 കുറയ്ക്കുന്നു. അപ്പൊ നമ്മുടെ ഇൻവെന്ററിയുടെ വാല്യൂ ഇപ്പൊ എത്രയായി? 40,000 രൂപയായി. ഇനി അതേപോലെ പ്ലാന്റ് ആൻഡ് മെഷീനറിയിലെ, ബാങ്കിലെ, ഫർണിച്ചറിലെ ഒന്നും ഒരു ചേഞ്ച് ഇല്ല. അപ്പൊ അതെല്ലാം അതേപോലെ നമ്മൾ എടുത്തെഴുതി. എന്നിട്ട് പുതുതായിട്ട് വന്നൊരു അസറ്റ് എന്താണ്? ഡെപ്റ്റേഴ്സ്. എത്ര രൂപയുടെ ഡെപ്റ്റേഴ്സ് ആണ്? 1,25,000 രൂപയ്ക്കാണ് നമ്മൾ വിറ്റിരിക്കുന്നത്. അതിന്ന് ഒരു എമൗണ്ട് പോലും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ അത്രയും രൂപ നമ്മുടെ ഡെപ്റ്റേഴ്സ് ആണ് അല്ലെ? അത്രയും രൂപയുടെ ഡെപ്റ്റേഴ്സ് നമുക്കുണ്ട്. 1,25,000 രൂപയുടെ ഡെപ്റ്റേഴ്സ് ഉണ്ടായി. അപ്പൊ അസറ്റ് സൈഡ് ഇപ്പൊ എന്തൊക്കെ ഉണ്ടായി? ക്യാഷ്, ഇൻവെന്ററി, പ്ലാന്റ് ആൻഡ് മെഷീനറി, ബാങ്ക്, ഫർണിച്ചർ ആൻഡ് ഡെപ്റ്റേഴ്സ്. ഇതിൽ എഫക്ട് വന്നിരിക്കുന്ന ഈ ഒരു ട്രാൻസാക്ഷനിലൂടെ എഫക്ട് വന്നിരിക്കുന്നത് ഇൻവെന്ററിന്ന് 80,000 രൂപ വില മൂല്യമുള്ള സാധനങ്ങൾ കുറഞ്ഞു. അതേപോലെ 1,25,000 രൂപയുടെ ഡെപ്റ്റേഴ്സ് നമുക്ക് ഉണ്ടായി. അതാണ് ഈ ഒരു ട്രാൻസാക്ഷനിൽ വന്ന ചേഞ്ച്. പിന്നെ ലയബിലിറ്റീസിന്റെയും അസറ്റ് സൈഡ്, ക്യാപിറ്റലിന്റെയും സൈഡ് നോക്കുകയാണെങ്കിലോ, ലയബിലിറ്റി കഴിഞ്ഞ ട്രാൻസാക്ഷനിൽ 3,20,000 തന്നെയാണ്. അതിൽ ഇപ്രാവശ്യം ചേഞ്ചസ് ഒന്നുമില്ല. അതേപോലെ നമ്മൾ എടുത്തെഴുതി. ക്യാപിറ്റലിലാണെന്നുണ്ടെങ്കിലോ 45,000 രൂപയുടെ ലാഭമാണ് ഉണ്ടായത്. 45,000 രൂപ ലാഭം ഉണ്ടായാൽ നമ്മൾ ഏതിന്റെ കൂടെ ആഡ് ചെയ്യണം? ക്യാപിറ്റലിന്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പൊ കഴിഞ്ഞ ട്രാൻസാക്ഷനിൽ ക്യാപിറ്റലിന്റെ ബാലൻസ് എത്രയായിരുന്നു? 8,65,000 രൂപയായിരുന്നു. അതിന്റെ കൂടെ 45,000 രൂപ പ്രോഫിറ്റ് കൂടി ആഡ് ചെയ്ത് ഇപ്പൊ ക്യാപിറ്റലിന്റെ വാല്യൂ എത്രയായി? 9,10,000 രൂപയായി. ഇനി അസറ്റ് സൈഡ് നമ്മൾ ഈ പറഞ്ഞ ക്യാഷ്, ഇൻവെന്ററി, പ്ലാന്റ് ആൻഡ് മെഷീനറി, ബാങ്ക്, ഫർണിച്ചർ ആൻഡ് ഡെപ്റ്റേഴ്സ് എല്ലാം കൂടി ആഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടും? 12,30,000. ഇനി ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ നോക്കുകയാണെന്നുണ്ടെങ്കിലോ, ലയബിലിറ്റീസ് എത്രയാണ്? 3,20,000, ക്യാപിറ്റൽ 9,10,000. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടും? 12,30,000. അപ്പൊ നമ്മുടെ ഇക്വേഷൻ കറക്റ്റ് ആയില്ലേ? അസറ്റ് ഇസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഇനി നമുക്ക് നമ്മുടെ 8th ട്രാൻസാക്ഷൻ എന്താണെന്ന് നോക്കാം. എന്താണ് 8th ട്രാൻസാക്ഷനിൽ പറയുന്നത്? എന്താണ് പറയുന്നത്? ചെക്ക് പെയ്ഡ് ടു സപ്ലയർ ഓഫ് ഗുഡ്സ് വർത്ത് 35,000. നമ്മുടെ ഇനീഷ്യലി ഒരു ട്രാൻസാക്ഷനിൽ വന്നിട്ട് 35,000 രൂപയ്ക്കുള്ള ഗുഡ്സ് നമ്മൾ കടത്തിന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ ആ കടം നമ്മൾ ഇപ്പൊ തിരിച്ചു കൊടുക്കുകയാണ്. അപ്പൊ എന്താ സംഭവിക്കുക? നമ്മുടെ ലയബിലിറ്റീസ് ആയിട്ടുള്ള 35,000 രൂപ കുറയും. അതേസമയം ചെക്ക് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ബാങ്കിൽ നിന്നും 35,000 രൂപ കുറയും. അപ്പൊ അസറ്റ് ഇസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ നേടി. Cash plus inventory plus plant and machinery plus bank plus furniture plus debtors. ക്യാഷിലോ ഇൻവെന്ററിയിലോ പ്ലാന്റ് ആൻഡ് മെഷീനറിയിലോ ചേഞ്ചസ് ഒന്നുമില്ല. അപ്പൊ എന്താണോ കഴിഞ്ഞ ട്രാൻസാക്ഷനിൽ ലാസ്റ്റ് ഉണ്ടായിരുന്ന ബാലൻസ് അതേപോലെ നമ്മൾ എൻട്രി ചെയ്തു. ബാങ്കിൽ കഴിഞ്ഞ ട്രാൻസാക്ഷനിൽ എത്ര രൂപയായിരുന്നു? 5 lakh rupees ആയിരുന്നു. ഇപ്രാവശ്യം നമ്മൾ സപ്ലയേഴ്സിന് എത്ര രൂപ കൊടുത്തു? 35,000 രൂപയുടെ ചെക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത്രയും എമൗണ്ട് നമ്മുടെ ബാങ്കിൽ നിന്ന് കുറയും. അപ്പൊ 5 ലക്ഷത്തിൽ നിന്ന് 35,000 രൂപ കുറഞ്ഞ് നമ്മുടെ ബാങ്കിലുള്ള ബാലൻസ് എത്രയാവും? 4,65,000 രൂപ ആവും. ഫർണിച്ചറിലും ഡെപ്റ്ററിലും ചേഞ്ചസ് ഒന്നുമില്ല. അപ്പൊ അതേപോലെ നമ്മൾ അമൗണ്ട് എടുത്തെഴുതി. ഇനി ലയബിലിറ്റീസിൽ നമുക്ക് കഴിഞ്ഞ ട്രാൻസാക്ഷൻ വരെ എത്രയായിരുന്നു ലയബിലിറ്റി? 3,20,000 രൂപ ലയബിലിറ്റി ഉണ്ടായിരുന്നു അല്ലെ? അതില് 35,000 രൂപ നമ്മളിപ്പോ കൊടുത്തു തീർത്തു. അതിനർത്ഥം നമ്മുടെ ലയബിലിറ്റി അത്രയും കുറഞ്ഞു. അപ്പൊ 3,20,000 നിന്ന് 35,000 കുറഞ്ഞു വെച്ചാൽ ഇപ്പൊ നമ്മുടെ ലയബിലിറ്റി എത്ര രൂപയാണ്? 2,80,000. ക്യാപിറ്റലിൽ ചേഞ്ചസ് ഒന്നുമില്ല. അപ്പൊ 9,10,000 പറഞ്ഞിട്ട് എന്ത് ചെയ്തു? നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റീസ് എത്ര രൂപയായി? 11,95,000. അസറ്റ് സൈഡോ ക്യാഷ് പ്ലസ് ഇൻവെന്ററി പ്ലസ് പ്ലാന്റ് ആൻഡ് മെഷീനറി പ്ലസ് ബാങ്ക്, ഫർണിച്ചർ പ്ലസ് ഡെപ്റ്റേഴ്സ് ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടും? 11,95,000. അപ്പൊ അസറ്റ് ഇസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അടുത്ത ട്രാൻസാക്ഷൻ എന്താ പറയുന്നത്? ചെക്ക് റിസീവ്ഡ് ഫ്രം കസ്റ്റമർ അമൗണ്ടിങ് ടു rupees 75,000.
നമ്മൾ കഴിഞ്ഞ ഒരു ട്രാൻസാക്ഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, ഒരു കസ്റ്റമറിന് നമ്മൾ 1,25,000 രൂപയ്ക്ക് സാധനം വിറ്റു, കടത്തിന് വിറ്റു അല്ലെ. അങ്ങനെ 1,25,000 രൂപയുടെ ഒരു ഡെപ്റ്റർ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ആ ഡെപ്റ്റർ നമുക്കിപ്പോ 75,000 രൂപയുടെ ചെക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താവും, നമ്മുടെ ഡെപ്റ്റർ 75,000 രൂപ വെച്ച് കുറയും. ചെക്കാണ് തന്നിരിക്കുന്നത്. അപ്പൊ എവിടെയായിരിക്കും എമൗണ്ട് കൂടുക, ബാങ്കിലായിരിക്കും എമൗണ്ട് കൂടുക. അപ്പൊ ബാങ്കിൽ എമൗണ്ട് കൂടുകയും ചെയ്യും. ഇനി നമുക്ക് നമ്മുടെ ഇക്വേഷൻ ഇട്ട് നോക്കാം. അസറ്റ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ക്യാഷിൽ ചേഞ്ചസ് ഇല്ല, ഇൻവെന്ററീസിൽ ചേഞ്ചസ് ഇല്ല, പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ ചേഞ്ചസ് ഇല്ല, ബാങ്കിൽ ചേഞ്ച് ഉണ്ട് അല്ലെ. ബാങ്കിൽ കഴിഞ്ഞ ബാലൻസ് എത്രയായിരുന്നു, 4,65,000 രൂപയായിരുന്നു നമ്മുടെ ബാലൻസ്. അതിന്റെ കൂടെ എത്ര എമൗണ്ട് കൂടി കൂടും, ഈ 75,000 രൂപ. ഇപ്പോ നമ്മുടെ ഡെപ്റ്റർ, നമ്മുടെ കസ്റ്റമർ തിരിച്ചു തന്ന പൈസ കൂടി ബാങ്കിൽ കൂടും. അപ്പൊ അങ്ങനെ 4,65,000 പ്ലസ് 75,000, അങ്ങനെ നമ്മുടെ ബാങ്കിൽ എത്രയായി ബാലൻസ്, 5,40,000 രൂപയായി. ഫർണിച്ചറിൽ ചേഞ്ചസ് ഒന്നുമില്ല. ഡെപ്റ്ററിൽ പക്ഷെ എന്തുണ്ട്, ചേഞ്ചസ് ഉണ്ട്. 1,25,000 രൂപ തരാനുള്ളവിടെ 75,000 രൂപ നമുക്ക് തന്നു. ഇനി എത്ര രൂപയെ തരാനുള്ളൂ, ബാക്കി 50,000 മാത്രമേ തരാനുള്ളൂ. ഇനി ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ, ആ സൈഡ് നോക്കുകയാണെങ്കിലോ ലയബിലിറ്റീസിലും ചേഞ്ചസ് ഇല്ല, ക്യാപിറ്റലിലും ചേഞ്ചസ് ഇല്ല. അപ്പോൾ കഴിഞ്ഞ ട്രാൻസാക്ഷനിൽ എത്രയാണോ എമൗണ്ട്, ട്രാൻസാക്ഷൻ വരെ എത്രയാണോ എമൗണ്ട്, അതേ എമൗണ്ട്സ് നമ്മൾ അതേപോലെ എടുത്തേണ്ടി. ഇനി അസറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ എമൗണ്ട് എത്ര കിട്ടും, 11,95,000. ക്യാപിറ്റലിന്റെ സൈഡ് ആഡ് ചെയ്യുമ്പോൾ 11,95,000. അപ്പൊ അസറ്റ് ഇസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഇനി നമ്മുടെ ഈ ക്വസ്റ്റ്യനിലെ ലാസ്റ്റ് ട്രാൻസാക്ഷൻ, വിഡ്രോ ബൈ ഓണർ ഫോർ പേഴ്സണൽ യൂസ് റുപ്പീസ് എത്ര, 25,000 റുപ്പീസ്. ഓണർ ഈ ബിസിനസ്സിൽ നിന്നും 25,000 രൂപ വിഡ്രോ ചെയ്തു. വിഡ്രോ ചെയ്തു എന്നുണ്ടെങ്കിൽ ആ ക്യാപിറ്റലിൽ നിന്നും അയാൾ വിഡ്രോ ചെയ്യണം. അപ്പൊ ക്യാപിറ്റലിൽ നിന്നും അത്രയും എമൗണ്ട് കുറയും. ക്യാഷ് ആയിട്ടാണ് വിഡ്രോ ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പൊ ക്യാഷിലും കുറയും, അതേപോലെ ക്യാപിറ്റലിലും കുറയും. ക്യാഷ് നമ്മുടെ കഴിഞ്ഞ ട്രാൻസാക്ഷൻ വരെ എത്രയായിരുന്നു, 1,65,000 ആയിരുന്നു. അതില് 25,000 രൂപ ഇപ്പൊ ക്യാഷ് ആയിട്ട് വിഡ്രോ ചെയ്തു. അപ്പൊ അത് ലെസ് ചെയ്തിട്ട് ഇപ്പൊ ക്യാഷ് ബാലൻസ് എത്രയുള്ളൂ, 1,40,000. ഇൻവെന്ററിയിലോ പ്ലാന്റ് ആൻഡ് മെഷീനറി, ബാങ്ക്, ഫർണിച്ചർ, ഡെപ്റ്റേഴ്സ്, ഇതിലൊന്നും കഴിഞ്ഞ ട്രാൻസാക്ഷനിൽ വെച്ചിട്ട് ഈ ട്രാൻസാക്ഷനിൽ യാതൊരു ചേഞ്ചസും ഉണ്ടാവുന്നില്ല. അപ്പൊ കഴിഞ്ഞ ട്രാൻസാക്ഷനിൽ എത്രയാണോ എമൗണ്ട് അതേപോലെ നമ്മൾ എടുത്തെഴുതി. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര വരുന്നുണ്ട് അസറ്റ് സൈഡ്, 11,95,000. ഇനി ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ സൈഡിലേക്ക് പോവാം. ലയബിലിറ്റീസിൽ ചേഞ്ചസ് ഒന്നുമില്ല. അപ്പോൾ കഴിഞ്ഞ ട്രാൻസാക്ഷനിൽ എത്രയാണോ അത്രയും എമൗണ്ട് തന്നെ എന്താണ് എടുത്തെഴുതി, 2,85,000. പക്ഷെ ക്യാപിറ്റലിൽ ചേഞ്ച് ഉണ്ട് അല്ലെ. ക്യാപിറ്റലിൽ എന്താ ചേഞ്ച് വന്നിരിക്കുന്നത്, 25,000 രൂപ വിഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പൊ പുള്ളിയുടെ ക്യാപിറ്റൽ അത്രയും കണ്ട് കുറയും. അപ്പൊ ക്യാപിറ്റൽ എത്ര ആയിരുന്നു കഴിഞ്ഞ ട്രാൻസാക്ഷനിൽ, 9,10,000 രൂപയായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് 25,000 രൂപ വിഡ്രോ ചെയ്തു. അപ്പൊ ബാക്കി ഇപ്പൊ എത്ര രൂപയെ ക്യാപിറ്റൽ ആയിട്ടുള്ളൂ, 8,80,000 രൂപ മാത്രമാണ് എന്ത് ക്യാപിറ്റൽ ആയിട്ടുള്ളത്. അസറ്റ് സൈഡ് ക്യാഷ് പ്ലസ് ഇൻവെന്ററി പ്ലസ് പ്ലാന്റ് ആൻഡ് മെഷീനറി പ്ലസ് ബാങ്ക് പ്ലസ് ഫർണിച്ചർ പ്ലസ് ഡെപ്റ്റേഴ്സ്, ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടും, 11,95,000. ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ, അതായത് 2,85,000 പ്ലസ് 8,85,000, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോഴോ 11,95,000. അപ്പൊ നമ്മുടെ ഇക്വേഷൻ ആയ അസറ്റ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ, അതായത് അസറ്റ് ഇസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ കറക്റ്റ് ആയി. അപ്പൊ ഈ ഒരു എക്സാമ്പിളിലൂടെ ഇപ്പൊ അക്കൗണ്ടിങ് ഇക്വേഷൻ നിങ്ങൾക്ക് തറോ ആയിട്ടുണ്ടാവും. ഇത് നന്നായി പഠിച്ചിട്ട് വേണം നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻസും അതേപോലെ അടുത്ത പോർഷൻസും ഒക്കെ കവർ ചെയ്യാനായിട്ട്.